ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടി സുനി ഒരു മാസത്തെ പരോളിൽ പുറത്തിറങ്ങി. മനുഷ്യാവകാശ കമ്മീഷന്റെ കത്ത് പരിഗണിച്ചാണ് ജയിൽ വകുപ്പിന്റെ നടപടി. അതേസമയം വ്യവസ്ഥകൾ ലംഘിച്ചാണ് കൊടി സുനിക്ക് പരോൾ അനുവദിച്ചതെന്ന് കെ രമ MLA ആരോപിച്ചു. വിസ്മയ കേസ് പ്രതി കിരൺകുമാറിനും പരോൾ അനുവദിച്ചിട്ടുണ്ട്. 5 വർഷത്തിന് ശേഷമാണ് കൊടിസുനി ജയിലിന് പുറത്തിറങ്ങുന്നത്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കൊടിസുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് അപേക്ഷ നൽകിയിരുന്നു. തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജയിൽ മേധാവിക്ക് കത്തു നൽകി. ഇത് പരിഗണിച്ചാണ് 30 ദിവസത്തെ പരോൾ അനുവദിച്ചത്. ജയിലിൽ കഴിയുമ്പോൾ മറ്റു കേസുകളിൽ പ്രതിയായതിനാൽ പരോൾ നിഷേധിച്ചിരുന്നു. ജയിലിൽ നിന്ന് പരോൾ ലഭിച്ച ഘട്ടങ്ങളിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് സുനിക്ക് പരോൾ നൽകരുതെന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. അസാധാരണ നടപടിയെന്ന് കെ രമ MLA. ഒരു മാസത്തെ പരോൾ അനുവദിച്ചത് എങ്ങനെയാണ് എന്ന് മറുപടി കേരളത്തിലെ ഗവൺമെൻറ് പറയണം, ആഭ്യന്തര വകുപ്പ് പറയണം. ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെ ജയിൽ DGPക്ക് മാത്രം ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് തീർച്ചയായിട്ടും ഈ ഒരു പ്രതി, ഈ ക്രിമിനൽ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഒരു മാസം നാട്ടിൽ നിന്നാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നതിന് ഉത്തരവാദിത്തം ആർക്കാണ് ഉണ്ടാവുക? അപ്പോൾ വളരെ സംശയാസ്പദമാണ്, അസാധാരണമായ ഒരു സാഹചര്യമാണ്. സ്ത്രീധന പീഡനത്തെ തുടർന്ന് BAMS വിദ്യാർത്ഥിനി വിസ്മയ ജീവനൊടുക്കിയ കേസിൽ 10 വർഷം തടവ് ശിക്ഷ വിധിച്ച കിരൺകുമാർ നിലവിൽ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ്. പോലീസ് റിപ്പോർട്ട് തള്ളിയാണ് ജയിൽ വകുപ്പ് പരോൾ അനുവദിച്ചത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് വിസ്മയയുടെ പിതാവ്. പോലീസ് റിപ്പോർട്ട് വരെ തള്ളിയിട്ടാണ് ജയിൽ DGP അവന് പരോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ഏതർത്ഥത്തിലാണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ നിയമ സംവിധാനത്തിനെയൊക്കെ മറികടന്നുകൊണ്ട് DGPക്ക് അങ്ങനെ ഒരു അധികാരം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എങ്ങനെ അവനിത് കൊടുത്തെന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് അന്വേഷണിച്ചേ ഒക്കുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും. ആദ്യം നൽകിയ അപേക്ഷയിൽ പോലീസ് റിപ്പോർട്ട് കിരണിന് എതിരായിരുന്നു. എന്നാൽ രണ്ടാമത് നൽകിയ അപേക്ഷയിൽ പ്രൊബേഷൻ റിപ്പോർട്ടും അനുകൂലമായും പോലീസ് റിപ്പോർട്ട് പ്രതികൂലമായും വന്നു. പിന്നീടാണ് ജയിൽ മേധാവി അപേക്ഷ പരിഗണിച്ച് 30 ദിവസത്തെ പരോൾ അനുവദിച്ചത്. 24 തിരുവനന്തപുരം. എന്തായാലും വല്ലാത്ത ഒരു ലോകമാണ്. കെ രമ അതിനിശ്ചിതമായ വാക്കുകളിലാണ് ഈ തീരുമാനത്തെ വിമർശിച്ചത്. മനുഷ്യാവകാശ കമ്മീഷൻ തീർച്ചയായിട്ടും അവകാശ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടാനുള്ള ഏജൻസി തന്നെയാണ്, ഭരണഘടനാ ഏജൻസി തന്നെയാണ്. എന്നിരുന്നാലും ഇത്തരം കാര്യങ്ങളിൽ ഒരു എടുക്കുന്ന നിലപാട് എനിക്കൊന്ന് കെ രമ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. കെ രമ MLA ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. കെ രമ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഈ കൊടി സുനിക്ക് പരോൾ അനുവദിച്ചാൽ താങ്കൾ വളരെ നിശിതമായ വിമർശനങ്ങൾ ഉന്നയിച്ചു. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇടപെടലാണ് ഇതിന് കാരണമെന്ന് പറയുന്നു. താങ്കൾ ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ? പിന്നെ എന്ത് അവകാശമാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ കാര്യത്തിൽ ഇടപെടാനുള്ളത്? മനുഷ്യാവകാശ കമ്മീഷൻ എങ്ങനെയാണ് പരോൾ അനുവദിക്കാൻ വേണ്ടി ശുപാർശ കൊടുക്കുക? അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നിയമത്തെ മുഴുവൻ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം ജയിൽ DGP എടുത്തിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുക? ഏത് നിയമപ്രകാരമാണ്? ഈ കൊടിസുനി എന്ന് പറയുന്ന ഈ കൊടും ക്രിമിനൽ നേരത്തെയൊക്കെ പരോളിൽ ഇറങ്ങി നിരവധി ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഏകദേശം 12ഓളം കേസുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ക്രിമിനൽ കേസുകൾ. അതില് പ്രൊഡക്ഷൻ വാറന്റ് ഉൾപ്പെടെയുള്ള കേസുള്ള ഒരു കുറ്റവാളിയാണ്. ആ കുറ്റവാളിക്ക് ഈ നിയമങ്ങളൊന്നും പരിശോധിക്കാതെ ഇപ്പോൾ 30 ദിവസമാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത്. അത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതാണ് ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് ഈ കൊടിസുനി പോലുള്ള പ്രതികൾക്ക് ജാമ്യം, പരോള് ഒരു ദിവസം പോലും അനുവദിക്കരുതെന്ന് കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ടോ? ശ്രീകണ്ഠനാരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് റെമിഷൻ, യാതൊരുവിധ റെമിഷൻസും പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പരോൾ അനുവദിക്കരുത് എന്ന് പറഞ്ഞില്ല. പരോൾ ഒരു പ്രതിയെ സംബന്ധിച്ച് നിയമപ്രകാരം അവർക്ക് ലഭ്യമാകേണ്ടതാണ് പരോൾ. ആ പരോൾ അനുവദിക്കുന്നതിന് ചില ചട്ടങ്ങളുണ്ട്. ആ നിയമത്തിനും ചട്ടങ്ങൾക്കും വിധേയമായി മാത്രമേ പരോൾ അനുവദിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഇവിടെയാണ് അത് മുഴുവൻ നിഷ്ഫലമാക്കിക്കൊണ്ട് അതൊന്നും പാലിക്കപ്പെടാതെ ഈ കൊടുസുനിക്ക് ഇപ്പോ ഈ പരോൾ അനുവദിക്കപ്പെട്ടത്. അതാണ് നമ്മൾ വിമർശിക്കുന്നത്. അതിനെയാണ് അതിശക്തമായി എതിർക്കുന്നത്. അതുകൊണ്ട് നിയമപരമായിട്ട് തന്നെ ഇത് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് ഇതിനെതിരായിട്ട് നിയമ നടപടി ആലോചിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. എന്നായിരിക്കും കെ രമ നടപടിയിലേക്ക് നീങ്ങാൻ പോകുന്നത്? ബഹുമാനപ്പെട്ട വക്കീലുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം മറ്റ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തതിനു ശേഷം വക്കീൽ അത് ചെയ്യും. ഓക്കെ, താങ്ക് യു ശ്രീമതി കെ രമ നമുക്കൊപ്പം ചേർന്നതിന്.
ഓക്കെ ഇതേ വിഷയത്തെക്കുറിച്ച് ഷാഫി പറമ്പിൽ എം പി ഇപ്പോൾ സംസാരിക്കുന്നു. അതിന്റെ തത്സമയം പോലെയല്ല ഈ കേസിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും അനുവദിക്കുന്ന പോലെ അല്ല. എല്ലാ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തി അതിനെയൊക്കെ മറികടന്ന് പ്രത്യേക താല്പര്യത്തോടെ ഈ 1 മാസത്തെ പരോൾ കൊടുത്തിരിക്കുക. എന്താ പ്രത്യേക താല്പര്യം? പാർട്ടിക്ക് അറിവില്ലാത്ത കേസ്, പാർട്ടി ചെയ്യിപ്പിച്ചിട്ടില്ലാത്ത കേസ്, പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലാത്ത കേസ്, അവർക്ക് ഇവരെ അറിയേയില്ല. എന്നിട്ട് എന്തിനാ പിന്നെ ഇങ്ങനത്തെ പരോൾ കൊടുക്കുന്നത്? അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയിപ്പോൾ കൃപേഷിൻ്റെയും ശരത്തിൻ്റെയും കേസിൽ വരെ നമ്മൾ കണ്ടതല്ലേ. ആ അച്ഛൻ്റെയും അമ്മയുടെയും പിന്നെ മനുഷ്യാവകാശത്തിന് ഇവർക്ക് പുല്ല് വിലയായിരുന്നല്ലോ.